സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയായി കാലം കഥകളിൽ ഉണരുകയായി. ആശാനെ നിന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ, പനി വലുതുണ്ടോ? ഈ ബാലയെ തുടങ്ങുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആന്തല. എന്റെ പൊന്നാശാനെ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ എന്റെ ഉള്ളിൽ നിന്ന് ആന്തല്. നീങ്ങ വന്നേ. ആ കമ്മറ്റിക്കാരൻ നമ്മളെന്തോ അർത്ഥം വെച്ച് നോക്കുമ്പോഴല്ലടാ. എന്റെ ആശാന, നമ്മളതിന് ഈ ഏരിയയിലൊന്നും ഒറ്റ പരിപാടി പോലും കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല, പക്ഷെ കളിച്ചെടുത്ത് അന്വേഷിച്ചാ മതി. ആശാൻ ഈ കട്ടൻ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് ഈ പരിപാടി മൊത്തം പൊളയുന്നത്. ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ മുതലേ കട്ടൻ ഇല്ലാതെ കളിച്ചാൽ പൊക്കോണ്ട അവിടുന്ന്. അതുള്ളത് കൊണ്ടാ കല്ലേറ് പറയാൻ പറ്റുന്നത്. എന്നാ പിന്നെ ആശാന, ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കട്ടൻ മാറ്റിയിട്ട് ഷട്ടറാക്കിയാലോ? എന്നിട്ട് വേണം അവരകത്തിട്ട് നമ്മളെ പൂട്ടിട്ടിരിക്കാൻ. എന്നാ പിന്നെ എന്റെ ഒരു ഒറ്റ ഐഡിയ ഉള്ള ആശാനെ. എന്താ ഐഡിയ? നമുക്ക് കട്ടൻ പൊക്കാതെ കളിക്കാം. അപ്പൊ ഈ ബാല ആരും കാണണ്ടേ? ഇത് പൊക്കിയിട്ട് ആരാണ്ട് കാണുന്നു. ആശാനെ, എന്റെ ദൈവമേ, എന്നാ പേടി ആശാൻ. ഇവിടെ ഇരുന്നേ, നമ്മൾ ഇന്നലെ കാര്യങ്ങൾ തമ്പരത്തി പരിപാടി കളിച്ചില്ലേ? കളിച്ച്. അവിടുത്തെ കമ്മിറ്റിക്കാർ ആശാനെ കാണാൻ വന്നിരിക്കുന്നു. ശരിടാ, അവിടുത്തെ പ്രശ്നം മുഴുവൻ പറഞ്ഞു തീർത്തല്ലേ? അതല്ലെന്ന്, അവരിന്നലെ പരിപാടി കഴിഞ്ഞപ്പോ ആശാന്റെ കവളത്ത് ശൂലം കുത്തിയില്ലേ? അവര് നാരങ്ങ വെക്കാൻ മറന്നു പോയത്. ചേടാ, ഒരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യലെന്ന് വെച്ചാൽ എന്ത് കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ചെയ്, നാളെ ഹരിപ്പാളമ്പലത്തിൽ ബാലയില്ലേ, അവിടെ വരാൻ പറ. അവിടുത്തെ കമ്മറ്റിക്കാർ എന്തായാലും എന്റെ കവളത്ത് ശൂലം കുത്തും. ഇവര് നാരങ്ങ എടുത്തിട്ട് വന്നാ പോരെ, ഇവർക്ക് നാരങ്ങ കുത്താം. ഇപ്പൊ കണ്ടുവാ. പിന്നെ ഒരു കാര്യം, അവസാനം നാരങ്ങ എടുക്കാൻ മറന്നു പോകുന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞ വർത്തനം എന്നോട് പറയരുത് കേട്ടില്ല. ആ ശശി എവിടെ? എന്റെ ഒന്നും പറയണ്ട ആശാനെ, അവന്റെ വെള്ളം അടിച്ചവിടെ കിടക്കുക. വെള്ളം അടിച്ച് കിടക്കണമെന്നാ? അവന് ശമ്പളം കൂട്ടി കൊടുക്കണമെന്ന്. പിന്നെ നാരദം കളിക്കണം. സുകുമാരന് 6 മാസമായി ശമ്പളം കൊടുത്തിട്ട്. പിന്നെ അത് മാത്രമല്ല, അവനെ ശ്രീകൃഷ്ണനാക്കണമെന്ന്. ശ്രീകൃഷ്ണൻ വിളിച്ചിട്ട് വേണം അവനെ. ശശിയേ, ശശി, നിന്നോട് ആര് പറഞ്ഞു ഇന്നീ തട്ടെ മദ്യവെച്ചിട്ട് കയറാൻ? അച്ഛനെ, ഞാൻ മദ്യവെക്കാൻ ഏതെങ്കിലും തട്ടെ കയറിയിട്ടുണ്ട്? അതില്ല കേട്ടാ. പിന്നെ നിങ്ങൾ പറയണേ. അറിയാലോ, ഞാൻ ചോദിക്കട്ടെ, ഈ ബാലയിൽ എത്ര വേഷമുണ്ട്? അത് രാജാവ്, മന്ത്രി, രാജഗുരു, അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ. ആണോ? എനിക്ക് കിട്ടണോ വടൻ, ഊതം, രാക്ഷസൻ, ഇതൊക്കെയാണ് നിന്റെ രൂപത്തിന് പറ്റിയ ഏറ്റവും നല്ല വേഷം ഇപ്പൊ നീ ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ കാര്യം ചോദിച്ചത്, എത്ര നാളും ആശാനോട് ഞാൻ പറഞ്ഞ എനിക്ക് കൃഷ്ണന്റെ വേഷം തരാൻ, ഡയലോഗ് ഉള്ള ഒരു കൃഷ്ണന്റെ വേഷം തരാൻ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തിനാ ആശാൻ എന്നോട് അവഗണന? അതായിരിക്കുള്ളു. നിനക്കൊരു കാര്യം അറിയാവോ, ഇവന്റെ ശല്യം കാരണം കഴിഞ്ഞ ബാലയിൽ ഇവന് ഞാൻ ഡയലോഗുള്ളൊരു വേഷം കൊടുത്ത്, ദ്രൗപതിയുടെ സാരി അടിക്കുന്ന വേഷം. ഞാൻ ഇവനോട് മര്യാദയ്ക്ക് പറഞ്ഞ് 15 സാരിയെ ദ്രൗപതി കൊടുത്തിട്ടുള്ളൂ, 14 സാരി അടിക്കാവുള്ളൂ. ഇവൻ വെള്ളം അടിച്ചിട്ട് വന്ന പെണ്ണുമ്പുള്ള കംപ്ലീറ്റ് സാരി അടിച്ചെടുത്ത്. അടിപ്പാവട ഉണ്ടായിരുന്ന കൊണ്ട് മാത്രമാണ് ആ പെണ്ണുമ്പുള്ള മാനം പോയ രക്ഷോട്ട്. അറിയാമോ? അവനെ അങ്ങനെ കുറ്റം പറയില്ല. അവന്റെ ആ ഒറ്റ ട്രിക്ക് കാരണമല്ലേ നമ്മളെ പരിപാടിക്ക് എന്തുമാത്രം ബുക്കിംഗ് വന്നത്. അതന്നെ, നമ്മൾ ബാലയായിട്ട് പരിപാടി സ്ഥലത്ത് നിന്ന് വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ആദ്യം ആൾക്കാർ വന്നൊന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആ സാരി അയക്കുന്ന സീൻ ആദ്യം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് കണ്ടിട്ട് പൊക്കോളാന്ന് അറിയാമോ? പിന്നൊരു കാര്യം, ഈ ബാലയും കൂടെ കഴിഞ്ഞ പിന്നെ ചെയിൻ പരിപാടിയാണെന്നല്ല, പണയം വെക്കുന്ന ഈ ചെയിനും കൂടെ ബാക്കിയുള്ളൂ. പണയം വെക്കരുത്. കണ്ടാടാ, ഇവൻ വെള്ളം അടിക്കുമ്പോഴും ഭയങ്കര സ്നേഹം എന്നോട്. അത് വിട്ടുകളയുന്നത്. ഒന്ന് മാറിക്കേ, പരിപാടി തുടങ്ങും. ആശാനെ, ഇത് നമ്മുടെ പരിപാടി സ്പോൺസർ ചെയ്തവരുടെ ഒരു ടെക്സ്റ്റൈൽസാ. അപ്പൊ അത് ആശാനൊന്നും പഞ്ചായത്ത് പറയണം, നമ്മുടെ ബാലന്റെ ഇടയ്ക്ക് പറയണമെന്ന് പറഞ്ഞു. ഇത് പൊക്കോടുന്നത് പഞ്ചായത്ത് പറയണം കേട്ടോ. 2.5 മണിക്കൂർ കടിച്ചാപ്പൊട്ടാത്ത വാക്കിട്ട് അമ്മാനമാണ് എന്റെ അടുക്കല ഇത് പറയാൻ പറയണം. കണ്ടകർണസ്വാമി ക്ഷേത്രം എന്ന് പറയാൻ പറ്റാത്തോണ്ട് അവിടുത്തെ അമ്പലത്തിന്റെ പരിപാടി ക്യാൻസൽ ചെയ്ത ആളാ. നീ പറ. ഇതാ, ഇത് മലയാളമല്ലേ? ഞാൻ ഇംഗ്ലീഷ് മീഡിയം വന്നു. പറഞ്ഞങ്ങോട്ട് ശശിയെ, കറക്റ്റ് കൃഷ്ണ, തനി കൃഷ്ണൻ. പീലി വെച്ചാലുണ്ടല്ല, തനി കൃഷ്ണനാ നീ. പീലിയും കൂടെ വെക്കണം. അത് വെക്കണം. ഇത് വായിച്ച് ഞാൻ നിന്നെ ശ്രീകൃഷ്ണനാക്കാം. ഇതൊന്നുമല്ല, ടെക്സ്റ്റൈൽസുകാരനാണ് നമ്മുടെ പരിപാടി സ്പോൺസർ ചെയ്ത്. അപ്പൊ പുള്ളിയുടെ ഡയലോഗ് പഞ്ചായത്ത് അങ്ങനെ പറയണം, നല്ല ഇനം തുണികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നാ. പുഷ്കര കട, കട പുഷ്കര, കൊച്ചുകുട്ടികൾക്കും മുതിർന്ന കുട്ടികൾക്കും നല്ലിനം വസ്ത്രങ്ങൾ. പുഷ്കര കട, കട പുഷ്കര, പുഷ്കര കട, കട. നിനക്ക് എന്നാത്തിന്റെ കേടാ? എടാ, നീ എന്തോ ഈ വർത്താനം പറയുന്നത്? എടാ, ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ കയറുവോ? ഇത് ഇങ്ങനെ വായിക്കുന്നത് എന്താണ്? അവരിങ്ങോട്ട് വന്ന് കയറും. അല്ലെങ്കിൽ ആണോ? ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ തിരി എത്തിക്കാൻ പോവാ. ആശാനെ, സത്യത്തിലുണ്ടല്ലോ, ഈ തിരി കത്തിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ
നമ്മളെയൊക്കെ ചിത കത്തിക്കാൻ പോകുന്ന ഒരു തോന്നല്. പൊക്കോളാണ് നിന്റെ ആ. എന്താ വർത്താനം ഒരു തിരികെത്തിക്കുമ്പോഴാണ് ഇങ്ങനൊക്കെ പറയുന്നത്? ഇങ്ങനെയാണ് പറയുന്നത്. ഇനി വാ, നമ്മുടെ 16 കേട്ടോ. അതല്ല 16ാമത്തെ ബാലയാ നടക്കുന്നത്. കഴിഞ്ഞ 15 സ്റ്റേജും നമ്മൾ തട്ടിയും മുട്ടിയും രക്ഷപ്പെട്ടു. ഇന്ന് തട്ടിയും മുട്ടിയും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തട്ടിയും മുട്ടിയും കഴിഞ്ഞ സ്റ്റേജിൽ പിടിച്ചു വെച്ചിരിക്കലോടാ. പക്ഷെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? പക്ഷെ ഏത് വഴി കൂടെയാണോ ഏത് രൂപത്തിലാണോ ഇപ്പൊ പറയാൻ പറ്റിയില്ല. ആശാന് എന്റെ ദൈവമേ, ആ സെറ്റ് വർക്ക് ചെയ്യുന്ന രാജനുണ്ടല്ലോ, അവൻ നമ്മുടെ പരിപാടിയുടെ CD എടുക്കാൻ മറന്നു പോകുന്നു. ദൈവമേ, ശൂലം കുത്തു തുടങ്ങി. ഒരു കാര്യമുണ്ട് ആശാനെ, എനിക്കറിയാം നമുക്കിട്ട് പണി തരുമെന്ന്. പക്ഷെ ഞാനുണ്ടല്ലോ ഉണ്ടോ നന്ദിയുള്ളവനാ. എപ്പോഴും ഒരു CD ഞാനിത് റൈറ്റ് ചെയ്തു. എന്റെ അമ്മാവനെ അങ്ങ് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന CD-യാ. അത് ഒടിക്കല്ലേ ഇതാ എന്റെ പൊന്നാശാനെ, ഇത് കണ്ട കാനഡ CD, നല്ല പവറാ. ഇത് ഇങ്ങനെ വെച്ചാലും ഓടിയത്തില്ല, ഇങ്ങനെ വെച്ചാലും ഓടിയത്തില്ല, ഇങ്ങനെ വെച്ച. കാനഡയിൽ ആശാനെ, നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാം ഇങ്ങോട്ട് ഓടി വരുന്നു. ആശാൻ വേഗം മാർക്കറ്റിൽ പോകും. ഞാൻ എന്തിനാ മാർക്കറ്റിൽ പോണത്? പോയി ഒരു ചാക്ക് നാരങ്ങ മേടിച്ചോണ്ട് പോവാ. എന്തിന്? ആശാനെ ഇത്രയും പേർക്കും കുത്താനുള്ള നാരങ്ങ ഇവിടെ കാണത്തില്ല. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ നാളെ ആശാന്റെ വീട്ടിൽ വന്ന് നാരങ്ങ കുത്തും. അയ്യോ,